അതർ ടാലൻസ് റൗണ്ടിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു സുരഭി. സുരഭിക്കുട്ടി, എന്താണ് ഈ കാണുന്നത്? ഓട്ടംതുള്ളൽ വേഷത്തിലൊക്കെ വന്ന് തകർക്കാൻ തന്നെ തീരുമാനിച്ചോ? കുഴപ്പമില്ല. പഠിച്ചിട്ടുണ്ടോ സുരഭി, അതോ ഇതിനു വേണ്ടി മാത്രം തട്ടിക്കുട്ടിയാണോ? അല്ല, ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മത്സരത്തിന് വേണ്ടിയിട്ട് ഒരു പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സുരഭി. അപ്പൊ നന്നായിട്ട് ചെയ്യുക. ഗുഡ് ലക്ക്. കൊള്ളുമെടാ മതി മതിയില്ലേ മോഹം, അടി കൊള്ളുമെടാ മതി
ആക്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു ആക്ട്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിനയകല മാത്രം പോരാ അവർക്കല്ലേ, ഇതേപോലെ പല കഴിവുകളും അവരാണ് മുന്നിലെത്തുന്നത്. ഒരു ബെസ്റ്റ് ആക്ടർ എന്നുള്ളൊരു ഇതിലെത്തപ്പെടുന്നത് അവരാണ്. മേക്കപ്പ് ആസിലായിട്ടുണ്ട്, നല്ല പെർഫെക്ഷൻ ഉണ്ട്, കോസ്റ്റ്യൂം എല്ലാം നന്നായിട്ടുണ്ട്. താങ്ക് യു. ഓവറോൾ സൂപ്പർ. ആദ്യമായിട്ട് ഞാൻ സുരഭിയെ അഭിനന്ദിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്തതിന്. താങ്ക് യു സർ. സുരഭി ഇതിൽ ട്രെയിൻഡാണ്, പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ആർട്ട് ഫോംസിൽ ട്രെയിൻഡാണ്. അത് മാത്രമല്ല, അങ്ങനെ ട്രെയിൻഡായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ടാവും. ആ ട്രെയിനിങ്ങിനെ, ആ ഡിസിപ്ലിനെ ആക്ടിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സുരഭിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ സുരഭിയുടെ കൂടെ പാടിയ മഞ്ജുവിൻ്റെ സപ്പോർട്ട് നല്ലപോലെ സുരഭിക്ക് ഉണ്ടായിരുന്നു. ഹാറ്റ്സ് ഓഫ്, എക്സലൻറ്റ്. താങ്ക് യു സർ. ഇറ്റ് വാസ് എ വെരി വണ്ടർഫുൾ പെർഫോമൻസ്. താങ്ക് യു മാം. എനിക്ക് ഓട്ടംതുള്ളലിനെ കുറിച്ച് അതോറിറ്റേറ്റീവായിട്ടൊന്നും പറയാൻ എനിക്ക് അറിയില്ല. മങ്കി ആയിട്ട് വന്നപ്പോൾ ഉള്ള ആ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ് എല്ലാം വളരെ നന്നായിരുന്നു. ആ കുരങ്ങൻ്റെ ഇത് ചെയ്തത് പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. അത്രയും നന്നായി.